ഇപ്പൊ എസ്റ്ററിന്റെ ഒരു കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ കരിയർ സ്റ്റാർട്ട്സ് വിത്ത് ലൈക്ക് ഏത് ഏജിലായിരുന്നു? 8 വയസ്സിൽ. 8 വയസ്സിലോ? മൈ ഗോഡ്. സോ ആ ഒരു 8 വയസ്സിൽ തന്നെ ഒരു കുട്ടിക്ക് ഇത്രയും ഒരു എക്സ്പോഷർ കിട്ടുകയാണ്, ഇത്രയും വലിയൊരു ഹ്യൂജ് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യാണ്. അത് കഴിഞ്ഞ് പിന്നീട് എഡ്യൂക്കേഷൻ ആയാലും കാര്യങ്ങളൊക്കെയും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണ്. സോ അത് ലൈഫിൽ ചിലപ്പം ആൾക്കാർ ഫ്രണ്ട്സ് ആണെങ്കിലും ലൈഫിൽ വരുമ്പം ചിലപ്പോൾ നമ്മൾ ചൂസ് ചെയ്യാൻ അറിയാത്ത ഒരു പ്രായമാണ് ആ സമയത്ത്. നൗ വി ചൂസ് അവർ പീപ്പിൾ വാട്ട് എവർ ഇറ്റ് ഇസ് ലൈക്ക്. പക്ഷെ ആ സമയത്ത് നമുക്ക് അറിഞ്ഞുകൂടാ ആരെ ചൂസ് ചെയ്യണം, എന്ത് ചൂസ് ചെയ്യണം, ഇവരെന്ത് ഇൻറ്റൻഷനിലാണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എസ്റ്റിന് അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ? ഫ്രണ്ട്ഷിപ്പിൽ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ടോ എസ്റ്റർ? ടച്ച് വുഡ് അങ്ങനെ ഒരു സാധനം സംഭവിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ LKG മുതൽ ഒരു സ്കൂളിലാണ് പഠിച്ചത്. 11th 12th ആയപ്പോഴാണ് ഞാൻ രാജഗിരി എറണാകുളത്തോട്ട് മാറിയത്. അപ്പോൾ അതുവരെ എന്നെ ഈ കുഞ്ഞു കൊച്ചായി കണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എന്നല്ല ആൾക്കാരാണ് എനിക്ക് ചുറ്റും. ഞങ്ങൾ LKG മുതൽ ഒരുമിച്ച് പഠിച്ച പിള്ളേരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ ഈ സിനിമയിൽ വരുന്നതിന് മുമ്പേ ഞാൻ എങ്ങനെയാണെന്നൊക്കെ കണ്ട മനുഷ്യരാണ്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഞാനൊരു 8 വയസ്സിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ലാലേട്ടൻ്റെ കൂടെ ഒരു നാൾ വരും എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നത്. ഈ ഒരു സിനിമാ ലോകത്തേക്ക് വരുന്നു. അപ്പം കുറച്ച് ഒരു ഇൻഡിഫറൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും എനിക്ക്. കാരണം എന്തോ ഞാൻ വലിയ സംഭവമാണെന്നൊക്കെ എനിക്ക് ആ ഒരു പ്രായത്തിൽ തോന്നിയിട്ടുണ്ടാവും. ഐ തിങ്ക് ഐവ് ഹാഡ് വെരി ഫ്യൂ ഫ്രണ്ട്സ് ആ ഒരു ഏജിൽ, ഒരു 4-5 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം. പിന്നെ ആൾക്കാർക്ക് എന്നെ വലിയ ഇഷ്ടമല്ലായിരുന്നു. കാരണം അവർക്കും ഒരു ഇമ്പ്രഷനായിരുന്നു, അഹങ്കാരിയാണ്, വലിയ സിനിമയിലൊക്കെ അഭിനയിച്ചുകൊണ്ട്. കുറ്റം പറയാനും പറ്റില്ല. അത് വെച്ചാൽ നമ്മൾ നടക്കുന്നത് കാണുമ്പോൾ അവർക്കും അങ്ങനെ തോന്നും. നമ്മളും പേടിച്ചിട്ടാണ്. അപ്പം നമ്മളിങ്ങനെ ഭയങ്കര ടഫായിട്ടൊക്കെ നടക്കും, പക്ഷെ ഉള്ളിൽ നമ്മൾ പേടിച്ചിട്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലും വന്ന് ചോദിക്കുമോ, അല്ലെ അഭിനയം മോശമെന്ന് പറയും. അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, കരഞ്ഞൊക്കെ ഭയങ്കര ബോറായിട്ടുണ്ടെന്നൊക്കെ. ഇങ്ങനെ ഒരാൾ വരുമല്ലോ സീനിലൊക്കെ പറ്റി എൻ്റെ ബസ്സിൽ പോകുന്ന ആയിടുവല്ലോ. ചുമ്മാ ഭയങ്കര ഈ വായാടിയായിരുന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ എന്നാ പിന്നെ നീ പോയി അഭിനയിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചുമ്മാ പറഞ്ഞ് ഇത് ചെയ്യുന്നുണ്ട്. സോ പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 8-9 ക്ലാസ്സൊക്കെ എത്തിയപ്പോഴാണ് ഈ ഫ്രണ്ട്സ്, എന്താ പറയുക, ക്ലാസ്സിൻ്റെ ഒരു സ്പിരിറ്റൊക്കെ ഭയങ്കരമായിട്ട് കയറിയത്. ആൻഡ് ഐ വാസ് ബ്ലെസ്ഡ് വിത്ത് എ ലോഡ് ഓഫ് ഫ്രണ്ട്സ്. ഈ പറഞ്ഞ ഞങ്ങൾ LKG മുതൽ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു കുട്ടിയാണ് ഇപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അവളും ഞാനും ഒരുപാട് വർഷങ്ങളായിട്ട്. പിന്നെ അതല്ലാതെ ബോയ്സുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അപ്പോഴാണ്, ആ ഒരു പോയിന്റിലാണ് തുടങ്ങുന്നത്. കാരണം ആ ഒരു ഏജ് വരെ ഭയങ്കര ട്രിക്കി ആണല്ലോ. നമ്മൾ ആൺകുട്ടികളോട് മിണ്ടാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. 10th ആയപ്പോൾ നമ്മളെല്ലാവരും, ആ ഹോൾ ക്ലാസ് നമ്മൾ ഭയങ്കര 10th B എന്ന് പറഞ്ഞ വലിയ സംഭവമാണ്. ആണോ? ഞങ്ങൾക്ക് ഭയങ്കര സ്പിരിറ്റ് ആയിരുന്നു ആ ഒരു കാര്യത്തിലൊക്കെ. ഇങ്ങനെ നമ്മൾ ഓരോന്നൊക്കെ ഒരുമിച്ച് ചെയ്യുന്നു. സോ അഗൈൻ ഐ ബീൻ ബ്ലെസ്ഡ് വിത്ത് റിയലി ഗുഡ് പീപ്പിൾ. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ രാജഗിരിയിലേക്ക് വന്നപ്പോഴാണെങ്കിലും അപ്പോൾ ഞാൻ പുതിയൊരു പേഴ്സണാലിറ്റി ആയിരുന്നു. ഞാൻ എൻ്റെ പഴയ സ്കൂളിൽ പഠിക്കുകയൊന്നും ഇല്ലാത്തൊരു തല്ലിപ്പൊളി കൊച്ചായിരുന്നു. ഇതുപോലെ ഓരോന്നൊക്കെ പറയും. പഠിക്കുന്നില്ലെങ്കിലും ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടമായിരുന്നു. ഒരു ബാക്ക് ബെഞ്ചറൊക്കെ ആയിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ക്ലാസ് ടോപ്പറായിരുന്നു. അപ്പോൾ ഭയങ്കര കോമ്പിനേഷൻ ആയിരുന്നു. അങ്ങനെ കോൺട്രാസ്റ്റ് ആയിരുന്നു. പക്ഷേ രാജഗിരിയിലോട്ട് വന്നപ്പം ഐ ഹാഡ് ടു പുട്ട് അപ്പ് എ ന്യൂ പേഴ്സണാലിറ്റി. ലൈക്ക് നന്നായിട്ട് പഠിക്കും. കാരണം നമുക്ക് ഈ പറഞ്ഞ പഴയ സ്കൂളിൽ നമ്മളെ അറിയാവുന്നതുകൊണ്ട് ഷൂട്ടിങ്ങിനൊക്കെ പോയാലും ഒരു ലീനിയൻസി ഉണ്ടാവും. പുതിയ സ്കൂളിൽ നമ്മൾ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ അവർക്ക് പോവുകയും ചെയ്യും, മാർക്കും ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കിട്ടാനായിട്ട്. സോ ഐ ഡിഡ് പുട്ട് അപ്പ് എ പേഴ്സണാലിറ്റി. ലൈക്ക് ഞാൻ നന്നായിട്ട് പഠിക്കും. അത് ആക്ച്വലി വർക്ക്ഡ്. മാർക്കൊക്കെ നല്ലതായിട്ട് കിട്ടാൻ തുടങ്ങി. ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഇടയിൽ ഒരു ഗുഡ് ബുക്സിലൊക്കെ വന്ന്. ബട്ട് അഗൈൻ നല്ല ഗുഡ് സെറ്റ് ഓഫ് ഫ്രണ്ട്സ്. സോ ഈ ഒരു 24 വരെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വോക്സ് ഓഫ് ലൈഫ് എന്നുള്ള ഫ്രണ്ട്സ് ഉണ്ട്. പല സ്ഥലത്ത് പഠിച്ചതുകൊണ്ടും പല കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് പല സ്ഥലങ്ങളിൽ പോയതുകൊണ്ടൊക്കെ സിനിമയെന്നാണ് സത്യം പറഞ്ഞാൽ സുഹൃത്തുക്കൾ ഇല്ലാത്തത് എന്നെ സംബന്ധിച്ച്. അതുകൊണ്ടായിരിക്കും പലപ്പോഴും എനിക്ക് സിനിമയോട് അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റും തോന്നാത്തത്. എനിക്ക് പെർസ്യൂ ചെയ്യണം എന്നുള്ളൊരു സ്പേസ് ആയിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം സൗഹൃദങ്ങളോ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ലായിരുന്നു. തിരിച്ചു വരിക എന്നുള്ളത്. ഇറ്റ് വാസ് നൗ മേ ബി ഐ വുഡ് സേ കഴിഞ്ഞ 2 വർഷത്തിലാണ് എനിക്ക് സിനിമ എന്നുള്ള സുഹൃത്തുക്കൾ, അതായത് എൻ്റെ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിക്കാനും ഇതൊക്കെ കൊള്ളാലോ, അല്ലെങ്കിൽ എന്ത് രസമാണ് എന്നെനിക്ക് തോന്നി തുടങ്ങിയത് ഈ ഒരു പോയിന്റിലാണ്. മറ്റത് അങ്ങനെ ഒരു സിനിമ ഒരിക്കലും ആ ഒരു സ്പേസ് ആയിട്ട് തോന്നിയിട്ടില്ല. നൗ ഐ ക്യാൻ കോൺഫിഡൻ്റ്ലി സേ എനിക്ക് സിനിമയിൽ കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട് എന്നുള്ള പോലെ എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ ബാക്ക് സ്റ്റാബിങ്ങോ അങ്ങനത്തെ ട്രസ്റ്റ് ഇഷ്യൂസോ ഒന്നും ഞാൻ അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് ഓവർ വെയിറ്റേജ് കൊടുക്കാറില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ്സ് ക്രൂഷ്യൽ ഇൻ മൈ ലൈഫ്. എൻ്റെ ഇതുവരെയുള്ള എല്ലാ വളർച്ചയ്ക്കും എൻ്റെ സുഹൃത്തുക്കൾ ഒരു വലിയ പാർട്ടായിട്ടുണ്ട്. ബട്ട് അതല്ലാതെ ഐ തിങ്ക് വി ഹാവ് ഹാഡ് ഒരു ഡിസ്റ്റൻസ് ഫോർ എവറി വൺ ടു ഗ്രോ. കാരണം നമ്മൾ ഈ പറഞ്ഞ ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം അവരിപ്പം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറി. അപ്പം നീ പണ്ട് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലെയിൻ ചെയ്ത് പോകാൻ പറ്റത്തില്ല. കാരണം നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട്.
സോ ഐ തിങ്ക് I've given each other a fair share of distance as well. ഓൾസോ ദേ ഓൾസോ ആബ്സല്യൂട്ട്ലി കാരണം അങ്ങനെ ആകുമ്പോഴേ നമുക്ക് തിരിച്ചു വരുമ്പം നമ്മൾ എവിടെയാണ് വിട്ടിട്ട് പോയത് അവിടെ നമുക്ക് തിരിച്ച് പിക്കപ്പ് ചെയ്യാൻ പറ്റും, നമ്മൾ വേറെ വേറെ വ്യക്തികളായി മാറിയിട്ടുണ്ടെങ്കിലും. ആൻഡ് ആബ്സല്യൂട്ട്ലി എൻജോയ് സ്പെൻഡിങ് ടൈം വിത്ത് ദം. ആൻഡ് ഐ ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. ഞാൻ ചുമ്മാ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഇൻറ്റിമേറ്റ് വെഡിങ് വേണം, ഞാൻ 100 പേരെ മൊത്തത്തിൽ വിളിക്കുള്ളൂ എന്ന്. അപ്പം എൻ്റെ ഫ്രണ്ട്സ് പറയാം, ശരി നീ ഒന്ന് കൗണ്ട് ചെയ്താൽ നിൻ്റെ ഫ്രണ്ട്സിനെ, ക്ലോസ് ഫ്രണ്ട്സ് അപ്പം തന്നെ ഒരു 200 പേരായി എന്നുള്ള പോലെ. അപ്പം വെരി ബ്ലെസ്ഡ് ആ ഒരു കാര്യത്തിൽ.